ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മനോഹരമായ കുണിയൻ ശ്രീ ദുർഗാംബിക ക്ഷേത്രത്തിലേക്കാണ്. പ്രകൃതിയുടെ ശാന്തതയും ആത്മീയതയും ഒരുമിച്ച് അനുഭവിക്കാവുന്ന ഒരു മനോഹര സ്ഥലമാണിത്. ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള വിശാലമായ നെൽപ്പാടങ്ങൾ ഈ സ്ഥലത്തിൻ്റെ ഭംഗി ഇരട്ടിയാക്കുന്നു. പച്ചപ്പിൽ മുങ്ങി നിൽക്കുന്ന വയലുകളും തണുത്ത കാറ്റുകളും പക്ഷികളുടെ ശബ്ദവും ഈ സ്ഥലത്തിൻ്റെ ഭംഗി ഇരട്ടിയാക്കുന്നു. പ്രാർത്ഥനയ്ക്കായി മാത്രമല്ല, പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനും ഫോട്ടോഗ്രാഫിക്കും മികച്ച ഒരു ഡെസ്റ്റിനേഷനാണ്. നമുക്ക് ഈ അമ്പലത്തിലേക്കൊന്ന് പോയി വരാം. ഈ ക്ഷേത്രം നമ്മുടെ ഒരു കാലത്ത് നാട്ടിൽ വ്യാപാരികളായി വന്നവർ ക്ഷേത്രം പണിയുകയും പിന്നീട് അത് ചിറക്കൽ കോവിലകത്തിൻ്റെ അധീനതയിൽ വരികയും പിന്നീട് ഇവിടുത്തെ പ്രധാന ഇല്ലമായ എടമന ഇല്ലംബകയിലേക്ക് ക്ഷേത്രം കൈമാറുകയും എടമന ഇല്ലത്തിൻ്റെ കയ്യിൽ നിന്നും ഇപ്പോൾ നാട്ടുകാരുടെ കമ്മിറ്റി ഏറ്റെടുത്ത് വർഷങ്ങളോളമുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായി നാട്ടുകാരും അതുപോലെ തന്നെ കുണിയനിലെയും കൊയ്യാങ്കര ദേശത്തിലെയും വൈക്കത്ത് ദേശത്തിലെയും പ്രവാസി കൂട്ടായ്മയും ചേർന്ന് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് ഏറെ സഹായം ചെയ്ത് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് എത്തുകയും നമ്മുടെ ക്ഷേത്രം പുനർനിർമ്മിച്ച് നല്ലൊരു കലശാട്ട് നടത്തുകയും ഇപ്പോൾ കഴിഞ്ഞ തവണയാണ് നമ്മുടെ ഉപദേവനായ ശാസ്താവിന് കരിങ്കല്ലിൽ തീർത്ത ഒരു ക്ഷേത്രം പണിത് അതിൻ്റെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഇതൊരു വളരെ പൗരാണികമായ ക്ഷേത്രമായിരുന്നു. ഇത് പ്രാരന്മാർ എന്ന് പറയപ്പെടുന്ന മാടായിക്കാവിലെ അവരാണ് ഇത് ചെയ്തു വന്നിരുന്നത്. ഇതിൻ്റെ പൂജകളും മറ്റുള്ള കാര്യങ്ങളും അവരെല്ലാം ഇവിടുന്ന് ഇത് വേണ്ട വെച്ച് പോയതാണ്. പിന്നെ നമ്പീശന്മാരാണ് ഇവിടുത്തെ കർമ്മങ്ങളും ഇതിൻ്റെ ഉള്ള അകത്തിലെ പൂജകളും ചെയ്തിരുന്നത്. അവരും ഇത് അന്യദിനപ്പെട്ട പോലെ ആയിരുന്നു. പിന്നെ നാട്ടുകാർക്ക് ഇത് കൊടുത്തു. നാട്ടുകാർ കൊടുത്തതിന് ശേഷം നാട്ടുകാരുടെ ശ്രമഫലമായിട്ടാണ് ഇത്തരത്തിലോ ഇത് പടുത്തുയർത്തിയത് ക്ഷേത്രത്തിൽ. ഇന്നിപ്പം ഇതിൻ്റെ ഒരു ശോചനീയാവസ്ഥ എല്ലാം മാറി പുരോഗമിച്ചു വരികയാണ്. നാട്ടുകാരുടെയും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെയും ആൾക്കാരുടെ സഹായ സഹകരണങ്ങൾ ഉള്ളതുകൊണ്ട് ഇത്രയും ഗംഭീരമായിട്ട് ഇവിടെ ഇത് ഇപ്പം കാണപ്പെടുന്നുണ്ട്. പിന്നെ ഈ രാമായണ വർഷക്കാലത്ത് സമയത്ത് എല്ലാ സമയത്തും ഇവിടുന്ന് വൈകുന്നേരം രാമായണ പാരായണമുണ്ട്, അഖണ്ഡ പാരായണവും ഇവിടെ നടത്തി വരുന്നുണ്ട്. പിന്നെ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ട് മറ്റുള്ള പൂജകളും കർമ്മങ്ങളും പരിപാടികളും നവരാത്രി ആഘോഷങ്ങളും ഇവിടെ നടത്തി വരുന്നുണ്ട്. ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഉണ്ടായാൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടു വന്നിട്ടതുകൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും.